കുറുമാത്തൂർ തേർത്തല തീരദേശ റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരം. മഴക്കാലമായതോടെ കുഴിയിൽ വെള്ളം കെട്ടിക്കിടന്ന് കാൽനട യാത്ര പോലും അസാധ്യമാകുന്നു. റോഡിന്റെ ശോച്യാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇത് കുറുമാത്തൂർ ബാബുപ്പറമ്പ് തേർത്തല റോഡ്. മഴ പെയ്താൽ റോഡിങ്ങനെ കുളം പോലെയാകും. പല സ്ഥലത്തും കുഴികൾ. കാൽനടയാത്ര പോലും അസാധ്യമാകും. കുഴിയിൽ വീണ് പരിക്കേറ്റവരാകട്ടെ നിരവധി. തീരദേശ ഫണ്ട് ഉപയോഗിച്ചാണ് 3 വർഷം മുൻപ് ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. 1 വർഷം കഴിയുമ്പോഴേക്കും റോഡ് പൊളിഞ്ഞു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ ദുരിതക്കയം താണ്ടി വേണം സ്കൂളിലെത്താൻ. ഈ വഴി കടന്നു പോകുന്നത് കുറച്ചപ്പുറത്ത് കുറുമാത്തൂർ സൗത്ത് യു പി സ്കൂൾ, ചെറിയ കുട്ടികൾ കടന്നു പോകുന്ന അംഗനവാടി, അതുപോലെ തന്നെ വളക്കൈ തേർലായി ശ്രീകണ്ഠാപുരം മേഖലയിലേക്കൊക്കെ, അതുപോലെ എയർപോർട്ടിലേക്ക് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്കൊക്കെ പോകുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഉപയോഗിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു റോഡാണ്. ഈ റോഡിനോട് വലിയ അവഗണനയാണ് അധികാരികൾ നിരന്തരമായി കാണിക്കുന്നത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇപ്പോൾ കാലവർഷം തുടങ്ങിയതോടുകൂടി തീരെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത, നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അടിയന്തിരമായി അധികാരികൾ കണ്ണുറക്കണം. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് കുറുമാത്തൂർ ശാഖ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ജനങ്ങളും ആവശ്യപ്പെടുകയാണ്. നിരവധി തവണ റോഡിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല. ഉടനടി പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.